തെരഞ്ഞെടുപ്പെടുത്ത ബീഹാറിൽ ഇപ്പോൾ ചർച്ച നേതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചാണ്. ആർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നാണ് ചാനലിലും ഒക്കെ ചോദ്യം. ഇപ്പോൾ ആരൊക്കെയാണ് വ്യാജ യോഗ്യതക്ക എന്നതും ചർച്ച തന്നെ. നേരത്തെ BJP നേതാക്കളാണ് ഇത് തുടങ്ങിയത്. ലക്ഷ്യം മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന RJD നേതാവായ തേജസ്വി യാദവ് ആയിരുന്നു. 9ാം ക്ലാസ് തോറ്റ നേതാവെന്നായിരുന്നു അന്ന് BJPയുടെ പരിഹാസം. GDP വളർച്ചയുമൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി തേജസ്വിക്കുണ്ടോ എന്നുപോലും എതിർ പാർട്ടിക്കാർ ചോദിച്ചു. വിജയത്തിൻ്റെ മാനദണ്ഡം ഈ ഔപചാരിക വിദ്യാഭ്യാസം മാത്രമല്ലെന്നും ഇക്കാര്യം താൻ ക്രിക്കറ്റ് മേഖലയിൽ ഉൾപ്പെടെ തെളിയിച്ച ആളാണെന്നും തേജസ്വി തിരിച്ചടിച്ചു. വിദ്യാഭ്യാസം ക്രിക്കറ്റിനായി ഉപേക്ഷിച്ച ആളാണ് താൻ. ഡൽഹി, ഝാർഖണ്ഡ് ടീമുകൾക്ക് വേണ്ടി കളിച്ചു. അക്കാലത്ത് തൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കളിച്ച ആളാണ് കോഹ്ലി എന്നും തേജസ്വി പറയുന്നു. സ്റ്റീവ് ജോബ്സിൻ്റെയും സുക്കർബർഗിൻ്റെയും ധീരുഭായ് അംബാനിയുടെയും ഒക്കെ വിജയം വിദ്യാഭ്യാസം കൊണ്ടല്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. നേരത്തെ വിമർശനം ഉന്നയിച്ചവരെ ആരോപണം തിരിഞ്ഞു കുത്തുന്ന സമയമാണ് ഇപ്പോൾ. മുതിർന്ന BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൗധരി 10ാം ക്ലാസ് പോലും പാസ്സായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണെന്നും പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കാലിഫോർണിയയിൽ നിന്ന് ഡീലിറ്റ് നേടിയെന്നും ഒക്കെയാണ് പ്രതിപക്ഷം തിരിച്ചു ചോദിക്കുന്നത്. ജൻസുരാജ് പാർട്ടി തലവൻ പ്രശാന്ത് കിഷോർ ചോദിക്കുന്നു. ഇതൊക്കെ സർവത്ര തട്ടിപ്പ് നടത്തിയുള്ള പണികളാണ് എന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ വാദം. എന്നാൽ ചൗധരിയുടെ പിതാവ് തന്നെ പ്രശാന്ത് കിഷോറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ യോഗ്യതയിൽ അസ്വസ്ഥനായ കിഷോർ സ്വന്തം യോഗ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലും പതറുന്നുണ്ടെന്നാണ് മറ്റൊരു രസകരമായ കാര്യം. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വിദ്യാഭ്യാസം സംബന്ധിച്ച ചോദ്യത്തിൽ കിഷോർ നീരസം പ്രകടിപ്പിക്കുകയും ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പഠനം, ഹൈദരാബാദിലെ എഞ്ചിനീയറിംഗ് പഠനം, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊതുജനാരോഗ്യത്തിലുള്ള ബിരുദം തുടങ്ങിയവയുടെയൊക്കെ ശരിക്കുമുള്ള യോഗ്യതയാണോ ഇല്ലയോ എന്നൊക്കെ, ഇതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് വിമർശകർ ചോദിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ ബിരുദമൊന്നും വേണമെന്നില്ല, മറിച്ച് UN ഉൾപ്പെടെയുള്ള പ്രവൃത്തി പരിചയം മാത്രം മതി കിഷോറിൻ്റെ മിടുക്ക് വ്യക്തമാക്കാനെന്ന് അനുയായികൾ പറയുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാണ്. ഇപ്പോൾ പട്ന NIT ആയി മാറിയ പഴയ ബീഹാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 1972 അദ്ദേഹം എഞ്ചിനീയർ ആയത്. സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ നിതീഷ് കുമാറിൻ്റെ മിടുക്കിനെ കുറിച്ച് ആർക്കും സംശയമില്ല. ഈ സാങ്കേതിക ജ്ഞാനമാണ് കാലങ്ങളായി അദ്ദേഹം പറയുന്നതുമാണ്. ബീഹാറിലെ രാഷ്ട്രീയത്തിൽ അതികായനായ ലാലു പ്രസാദ് യാദവ് നിയമബിരുദധാരിയാണ്. പട്ന സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം കുറച്ചു കാലം ബീഹാറിൽ വെറ്ററിനറി കോളേജിൽ ക്ലർക്കായിരുന്നു അദ്ദേഹം. എന്നാൽ തൻ്റെ ബിരുദബലമൊക്കെയും ലാലു പ്രകടിപ്പിച്ചില്ല. സാധാരണക്കാരുടെ ശൈലിയും പ്രയോഗങ്ങളുമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിർത്തിയത്. തേജസ്വിയും ഈ രീതിയാണ് പിന്തുടരുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.